ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോണത് റേഡിയേഷനെ കുറിച്ചാണ്. എന്താണ് ഈ റേഡിയേഷൻ? ഈ റേഡിയേഷൻ ഏത് തരത്തിലാണ് നമ്മുടെ ബോഡിയെ നശിപ്പിക്കുന്നത്? ഏത് തരത്തിലാണ് നമ്മുടെ അവയവങ്ങളെ നശിപ്പിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് മരിക്കുന്നത് ഇത് കാരണം? ഇതൊക്കെയാണ് ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. ആദ്യം നമുക്ക് റേഡിയേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നോൺ അയണൈസൺ റേഡിയേഷൻ, രണ്ടാമത്തേത് അയോണൈസ് റേഡിയേഷൻ. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ അയോണൈസ് റേഡിയേഷൻ ആണ്. ഇതിൽ ആൽഫ, ബീറ്റ, ഗാമ ഇവ ഓരോന്നും ഓരോ തരത്തിൽ വന്നാൽ പ്രശ്നമില്ല. പക്ഷേ ഈ മൂന്നും ഒരുമിച്ച് വരുമ്പോഴാണ് ന്യൂക്ലിയർ റേഡിയേഷൻ സംഭവിക്കുന്നത്. വളരെയധികം ഡേഞ്ചറസ് ആണ്. ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റിൽ ഈ മൂന്ന് റേഡിയേഷൻ ഉണ്ടാവും. ഈ മൂന്ന് ടൈപ്പുള്ള ആൽഫ, ബീറ്റ, ഗാമ ഉണ്ടാകും. ഇത് ഡയറക്റ്റ് നമ്മുടെ DNA സ്ട്രക്ചറിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേത് നോൺ അയോണൈസ് റേഡിയേഷൻ. ഇത് വളരെയധികം സാധാരണമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ കാണാൻ സാധിക്കും. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാ റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ് ഇതുപോലത്തെ റേഡിയേഷനാണ്. ഇതുപോലത്തെ ആംഫുൾ അല്ലാത്ത റേഡിയേഷനുകളാണ് നോൺ അയോണൈസ് റേഡിയേഷനുകൾ. ചുരുക്കത്തിൽ ഇവ രണ്ടിനും ലളിതമായി പറഞ്ഞാൽ റേഡിയേഷൻ എന്നാൽ ഊർജം തരംഗങ്ങളായോ കണികകളായോ പാർട്ടിക്കിൾസായോ സഞ്ചരിക്കുന്നതിനെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തെ റേഡിയേഷൻ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത്. നമ്പർ 1, വികിരണങ്ങൾ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, അതായത് റേഡിയേഷൻ എൻട്രി. റേഡിയേഷൻ രശ്മികൾ പോലെ അമ്പുകളുടെ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നു. ഇതിൽ ഏറ്റവും അപകടകാരിയായത് അയോണൈസിങ് റേഡിയേഷനാണ്. അതാണ് നമ്മുടെ സെല്ലുകളെ തകർക്കുന്നത്. നമ്പർ 2, DNA ഡാമേജ്. അതായത് ഓരോ കോശത്തിൻ്റെയും തലച്ചോറെന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് DNA. റേഡിയേഷൻ നേരിട്ട് അല്ലാതെയോ DNAയെ നശിപ്പിക്കുന്നു, അതിൻ്റെ പാളികളെ മുറിക്കുന്നു, കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു. നമ്പർ 3, കോശത്തിൻ്റെ മരണമോ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ. ഈ രണ്ട് ഘടകങ്ങളും വളരെയധികം ഡേഞ്ചറസ് ആണ്. കോശമരണം, സെൽ ഡെത്ത്. നശിച്ചു പോകുന്ന വലിയ തോതിൽ കോശങ്ങൾ നശിച്ചാൽ അവയവങ്ങളെ പ്രവർത്തനങ്ങൾ നിൽക്കും. അതായത് ഇൻ്റർണൽ ഓർഗൻസ് നശിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. സെൽ മ്യൂട്ടേഷൻ, അതായത് DNA സ്വയം തെറ്റായി ക്രമീകരിക്കപ്പെടുന്നു. ഇത് ഭാവിയിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. പക്ഷേ ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് ക്യാൻസർ വന്നില്ലെങ്കിൽ നിങ്ങളുടെ വരാൻ പോകുന്ന ജനറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്പർ 4, റേഡിയേഷൻ സിംറ്റംസ്. നമുക്ക് നോക്കാം. ത്വക്ക് പൊള്ളൽ പോലെ ചുവന്ന നിറം കാണപ്പെടുന്നു. തൊലി പൊളിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൂടാതെ ദഹനാവസ്ഥ വളരെയധികം മോശമായിരിക്കും. ഓക്കാനം, ഛർദി, വളരെയധികം ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. കൂടാതെ നമ്മുടെ ബ്ലഡിലെ വൈറ്റ് സെൽ നശിക്കുന്നത് കാരണം പ്രതിരോധശേഷി കുറയാൻ സാധ്യതയുണ്ട്. ഇതുപോലത്തെ വളരെയധികം രസകരമായ ഫാക്റ്റുകളും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റുകളും കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.